അടുത്തതായി ആലുമൂട് വാർഡ് കൗൺസിലറും ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ മഞ്ചത്തല സുരേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ രാമൻ ചേട്ടൻ അനൗൺസ് ചെയ്തത് ആലമൂട് കൗൺസിലർ എന്നാണ്. ഞാൻ ആലമൂടിൽ കൗൺസിലർ ജോലിയേ ഉള്ളൂ. ഞാൻ മഞ്ചത്തലക്കാരനാണ്. ആ മഞ്ചത്തല എന്ന് പറയുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സാഹോദര്യവും ബന്ധുത്വവും സൗഹൃദവും ഏറ്റുവാങ്ങിയ ആ കുടുംബത്തിലെ അംഗമാണ്. ആ കുടുംബമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾ എന്നോടൊപ്പമാണ്. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് എൻ്റെ ഉപജീവന മാർഗത്തിനായി നെയ്യാറ്റിൻകരയിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനത്തിലൂടെ അവിടെ ഇരുന്ന് പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോവുകയും ആ വാർഡിലെ ജനങ്ങൾ എനിക്കൊരു പദവി തന്നു. അതാണ് കൗൺസിലർ. നെയ്യാറ്റിൻകര നഗരസഭയുടെ ശംഖ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖ്, ആ ശംഖിൻ്റെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ രാജമുദ്രയായിട്ടുള്ള ശംഖ് പതിച്ച നഗരസഭ. ആ നഗരസഭയിലിരുന്ന് 5 വർഷം പൂർത്തിയാകാറാവുമ്പോൾ ഞാൻ സത്യവും നീതിയും ധർമ്മവും മാത്രം പുലർത്തി ആരോടും വിവേചനമില്ലാതെ എന്നെ ജയിപ്പിച്ചവർ മാത്രമല്ലാതെ എല്ലാവരും എൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നല്ലൊരു ജനപ്രതിനിധിയായി എനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാകാനുള്ളൊരു വളർച്ചയുണ്ടാക്കി തന്നത് എൻ്റെ ഈ പ്രദേശത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളും എൻ്റെ മാമന്മാരും ജ്യേഷ്ഠന്മാരും അപ്പൂപ്പന്മാരുമായിട്ടുള്ളവരാണ്. അവർ പാരമ്പര്യമായി ഈ നാട്ടിൽ വളർത്തിയെടുത്തൊരു വലിയൊരു മനസ്സാണ് എന്നിൽ വിവേചനമില്ലാത്തൊരു മനസ്സുണ്ടാക്കിയെടുക്കാൻ എന്നിൽ സാധിച്ചത്. പക്ഷപാതപരമായ ചിന്താഗതിയോ വിവേചനപൂർണമായ പ്രവർത്തനമോ ഇല്ലാത്തത് നേരത്തെ ഇവിടെ നമ്മുടെ രഞ്ജിത് ചന്ദ്രൻ പറഞ്ഞു. ഒരേ ഡ്രസ് കോഡിലിരിക്കുന്നു. ഡ്രസ് കോഡ് മാത്രമല്ല, ഒരേ മനസ്സിൻ്റെ ഉടമകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും അമ്മമാരും. ഇവിടെ ആർക്കും അകൽച്ചകളില്ല. ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ അകൽച്ചകളില്ലാതെ സാഹോദര്യവും സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രമാണ്. മറ്റുള്ള നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി അക്രമമോ അരാജകത്വമോ അങ്ങനെയുള്ള ഏതൊരുവിധ ചിന്താഗതിയോ ലഹരിയിലേക്ക് കടത്തിവിടുന്ന ഒരു സ്ഥലമായിട്ടോ അല്ല ഈ മരുതത്തൂർ മഹാലക്ഷ്മി ക്ഷേത്രവും അതിൻ്റെ പരിസരമായിട്ടുള്ള ഈ പ്രദേശവും കുടികൊണ്ടു വന്നിട്ടുള്ളത്. ആ ഐശ്വര്യം കൊണ്ടായിരിക്കും, മഹാലക്ഷ്മിയുടെ പണ്ടേയുള്ള ചൈതന്യം കൊണ്ട് ഈ നാട്ടുകാർക്കെല്ലാം മഹാലക്ഷ്മിയുടെ പോലത്തെ ഐശ്വര്യവും സമാധാനപരമായ ചിന്താഗതിയും ഉണ്ടായത്. ആ സമാധാനപരമായ ചിന്താഗതിയുടെ പ്രതീകമായിട്ടാണ് മഹാലക്ഷ്മി ഇവിടെ ഇരിക്കണമെന്നുള്ള തോന്നൽ മഹാലക്ഷ്മി ദേവിക്ക് ഉണ്ടാകുകയും ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരെടുത്ത് മനസ്സിൽ മഹാലക്ഷ്മി പ്രതിഷ്ഠ, നേരത്തെ ഇവിടെ പറഞ്ഞു, തമ്പുരാട്ടിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, മഹാലക്ഷ്മി ക്ഷേത്രം അപൂർവമായിട്ടാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ അടുത്ത് കരമന, തളിയൽ, അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമേ മഹാലക്ഷ്മി കുടികൊള്ളുള്ളൂ. മഹാലക്ഷ്മിയിൽ ഐശ്വര്യങ്ങളാണ് കുടികൊള്ളുന്നത്. നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം മഹാലക്ഷ്മിയുടെ കയ്യിലുണ്ട്. നമ്മൾ എവിടെയാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയെല്ലാം നന്മയുണ്ടാകും. ആ നന്മയുടെ പ്രതീകമായി മാറ്റിയതിനെല്ലാം കാരണം ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ സമ്പൂർണ്ണമായ വികസനം കാഴ്ചവെക്കാൻ എനിക്ക് പ്രചോദനം തന്നത് ഈ നാട്ടിലുള്ളവരാണ്. ആ മരുതത്തൂർ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷവും എന്നെ സ്നേഹിക്കുന്നവരാണ്. എൻ്റെ പേരിൻ്റെ മുമ്പിൽ മഞ്ചത്തല എന്നുള്ള ആ വീട് പൊളിഞ്ഞുപോയ സ്ഥലമാണെങ്കിൽ തന്നെയും ആ മഞ്ചത്തല എന്നുള്ള പദത്തിൽ തന്നെയാണ് ഞാൻ ഇന്ന് എല്ലായിടത്തും അറിയപ്പെടുന്നത്. നേരത്തെ ഗോവ ഗവർണർ രാവിലെ ശ്രീരംപിള്ള സാറ് വന്നു. ശ്രീരംപിള്ള സാറിന് വർഷങ്ങൾക്ക് മുമ്പ് 2006 മുതൽ 2009 വരെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കാലമാണ്. അന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചു. കുളവുന്തല കുളത്തിൻ്റെ അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് അതുവഴി നടന്നാണ് അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നത്. ആ ഓർമ്മ ഇന്ന് പുതുക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇന്ന് ഇരിക്കുകയാണ്. വളരെ അഭിമാനം തോന്നി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ആ ഓർമ്മകളുണ്ട് എന്ന് കണ്ട ഉടനെ തന്നെ
പലയിടത്ത് കാണുമ്പോഴും ഉണ്ട്. എന്തായാലും മറന്നു പോകാതെ ഇത്രയും ലോകം മൊത്തം സഞ്ചരിച്ച ശ്രീധരൻപിള്ള സാറിൻ്റെ മനസ്സിലും കുടികൊള്ളാൻ സാധിച്ചിട്ടുള്ളത് ഒരാളിൻ്റെ മനസ്സിലേക്ക് ഇടം നേടിയെടുക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആ ഓരോ പ്രവൃത്തിയുമാണ്. പ്രദീപ് മരുതത്തൂർ അദ്ദേഹം നമ്മളെ ആരെയും കബളിപ്പിക്കാറില്ല. അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ഒരു വലിയൊരു വേദി, നല്ല ഒരു രാജ്ഞിയെ കൊണ്ടുവന്നു, രഞ്ജിത്തിനുമായിട്ട് ചേർന്ന് ഗവർണറെ കൊണ്ടുവന്നു. ഈ നാട്ടിലെ നല്ല കാര്യങ്ങളെ, നന്മയുടെ പാതയെ ദൂരസ്ഥലങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ആ പ്രദീപ്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് കളിച്ചു വളർന്ന് എനിക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിണക്കമുണ്ട്. നമുക്ക് മുഖത്ത് നോക്കാത്തവരുണ്ട്, ശത്രുതയുള്ളവരുണ്ട്, വൈരാഗ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ഈ നാട്ടിലുള്ളവർ ആരുമായിട്ടും ഇന്നേ വരെ ഒരു പിണക്കവും ഇല്ല, പിണങ്ങേണ്ട ഇടയിൽ വന്നിട്ടില്ല. അത്ര വലിയൊരു മഹത്തായ നാടാണ്. അത്ര മഹത്തരമായ ഈ നാടിൽ നിന്ന് എനിക്ക് തന്ന ഈ എൻ്റെ ജന്മനാട്ടിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ട് വന്നാലും ജന്മനാട് അംഗീകരിച്ചില്ലെങ്കിൽ ആ അംഗീകാരത്തിന് ഒരു അംഗീകാരവുമില്ല. ഇപ്പോൾ താഴെ നമ്മളൊരു ദേവനാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയ അന്തരിച്ചു പോയ മെമ്പർ അപ്പുള്ള അവരുടെ മകൻ അജുവിൻ്റെ മകനെ പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയതയിൽ 2ാം സ്ഥാനം. കഴിഞ്ഞ 9 മാസത്തെ പ്രയത്നം കൊണ്ട് ആ പയ്യൻ ദേശീയ തലത്തിൽ പോയി ഡൽഹിയിലുള്ള ഒരു വലിയ പഞ്ചഗുസ്തിക്കാരനെ മലത്തി അടിച്ചിരിക്കുകയാണ്. പക്ഷെ മലത്തി അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഒരു ഫാൾട്ട് കാണിച്ചതിൻ്റെ പേരിലാണ് ആ പയ്യന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. ആ പയ്യനെ രാമേശ്വരം പൗരാവലി വലിയൊരു ആദരവ് നൽകിയിരിക്കുക. ഇന്നത്തെ യുവത്വം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നാടുകളിൽ നിന്ന് ദേശീയതയിലേക്ക് പോയി ദേശീയതയിൽ നമ്മുടെ അംഗീകാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ മഹത്തരമായ മരുതത്തൂർ ഈ സ്ഥലത്തു നിന്ന് തുടങ്ങി അങ്ങ് ഏറ്റം വരെ ഏലയായി വളരെ സമ്പുഷ്ടമായി നടക്കുന്ന ഈ സ്ഥലം, നമുക്ക് കൊച്ചുനാളിലേക്ക് നടന്നിരുന്ന ഓർമ്മകൾ, സഞ്ചരിച്ചിരുന്ന പാതകൾ, അതെല്ലാം നമ്മുടെ അടുത്ത വളരുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവരെ ഇവിടെ വളരെ നല്ല രീതിയിൽ അവരുടെ പ്രയത്നങ്ങൾക്ക്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കഷ്ടിച്ചൊക്കെ രക്ഷപ്പെട്ടവരാണ്. ഞാനൊക്കെ SLCയും പ്രീ ഡിഗ്രിയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പം നമ്മളിൽ അന്ന് പഠിക്കുന്നവർ പലരും, സതീശ് എൻ്റെ കൂടെ പഠിച്ചത്, പലരും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെയാണ്. നമ്മളൊക്കെ അന്ന് പാടുപെട്ട് SLC ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ പ്രീ ഡിഗ്രിയും. അന്ന് നമ്മളിൽ ഇവിടെ നാട്ടിലൊക്കെ ഫുൾ A+ഉം ഫുൾ മാർക്കും ഒക്കെ വാങ്ങുന്നവർ അപൂർവമായിരുന്നു. പക്ഷെ നമ്മളെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, ഉയർന്ന തസ്തികകളിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നവരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ടായി. അതിൻ്റെ എല്ലാം മൂലകാരണമെന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് കുടികൊള്ളുവാനായി, മഹാലക്ഷ്മി വാസം ഉറപ്പിക്കുവാനായി, മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യങ്ങളും ഈ ലോകത്തെല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി, ദേവിയെ കുടികൊള്ളുന്നതിന് വേണ്ടി ഒരു കൂട്ടായ പ്രയത്നം, ഒരേ മനസ്സോടുകൂടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന നിരവധി പേർ. ക്ഷേത്രം കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഉള്ളൂ. സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും, ജാതീയ സംഘടനകളായിരുന്നാലും, മതസംഘടനകളായിരുന്നാലും, മറ്റു കുടുംബകാര്യങ്ങളായിരുന്നാലും ക്ഷേത്രത്തിൽ മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ക്ഷേത്രത്തെ വളരെ മഹത്തരമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ അതിനെല്ലാം കാരണമെന്ന് പറയുന്നത് എന്നെ കുട്ടിക്കാലത്ത് എന്നെ തലോടി വളർത്തിയ ഈ നാട്ടിലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്കും എൻ്റെ അമ്മാവന്മാർക്കും എൻ്റെ ഗുരുകാരണവർക്കും ഞാൻ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മഹാലക്ഷ്മി നമസ്തുതി.